സിനിൽ സബാദ് എന്ന പേരുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഒരു നേതാവ് കായംകുളത്താണ്. കൊള്ളാവുന്ന ഒരുത്തനാണ്. കാരണം നമുക്ക് ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ്. ശവം കൊത്തിപ്പറിക്കുന്ന കഴുകന്മാരെ നമ്മൾ കാണാറുണ്ട്. അതിപ്പോൾ ഒരു പ്രത്യേകിച്ച് ജൈനമതത്തിൽപ്പെട്ട ആളുകൾ മരിച്ചു കഴിഞ്ഞാൽ അവർ കഴുകന്മാർക്ക് വിട്ടുകൊടുക്കുകയാണ് ആ ശവശരീരം. അത് കൊത്തിപ്പറിക്കാൻ കഴുകനറിയാം. അതുപോലെ തന്നെ നമ്മൾ കെവിൻ കാർട്ടർ എന്ന് പറയുന്ന ഒരാൾ ഒരു അത്രത്തോളം അങ്ങ് ഉണങ്ങി മെലിഞ്ഞ് വയ്യാതെ എഴഞ്ഞ് നീങ്ങുന്ന ഒരു കുഞ്ഞിനെ ഒരു കഴുകൻ ഫോളോ ചെയ്യുന്നതിൻ്റെ ഒരു പടം, അത് പുലിറ്റ്സർ അവാർഡ് നേടിയതാണ്. നമ്മൾ കണ്ടു. അവസാനം കെവിൻ കാർട്ടറോട് ആളുകൾ ചോദിച്ചു, ഈ അവാർഡൊക്കെ കിട്ടിയപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു മാർഗം ചെയ്തോ എന്ന് ചോദിച്ചു. അയാളൊന്നും ചെയ്തില്ല. അയാൾക്ക് അതിന് ഉത്തരവില്ലായിരുന്നു. അങ്ങനെ അയാൾ അവസാനം ആത്മഹത്യ ചെയ്തു. അതാണ് നടന്നിട്ടുള്ളത്. പുലിറ്റ്സർ അവാർഡ് ജേതാവാണ് കെവിൻ കാർട്ടർ. അത് നമ്മൾ കണ്ടതാണ്. ആ പടം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. എന്ന് പറയുന്ന പോലെ ശവം കൊത്തി, അതായത് ആ കഴുകൻ പോലും ആ കുഞ്ഞിനെ കൊത്തിപ്പറിച്ചില്ല, ഫോളോ ചെയ്യാണ് കഴുകൻ. എന്തിനാണ്? ഈ കുഞ്ഞ് മരിച്ചു വീഴും ഉടനെ, താമസമില്ലാതെ, അത്ര വയ്യ. മരിച്ചു വീഴുമ്പോൾ അതിൻ്റെ ശവം കൊത്തിപ്പറിക്കാം. പക്ഷേ ഇവിടെ അതല്ല സംഭവിച്ചത്. ഈ പറയുന്നവനുണ്ടല്ലോ, യഥാർത്ഥത്തിൽ മനുഷ്യനാണോ എന്ന് പോലും നമുക്ക് പറയാൻ നോക്കുന്നില്ല. ഒരു യുവതിക്ക് ഒരു അപകടം പറ്റുന്നു. അതായത് അത് സഞ്ചരിച്ച ഓട്ടോറിക്ഷ അത് മീഡിയനിൽ ഇടിച്ചിട്ട് ആ ഓട്ടോറിക്ഷ മറിഞ്ഞു. അതിന് വലിയ പരിക്ക് പറ്റി. അതിന് നടക്കാനൊന്നും പറ്റുന്നില്ല. ഇവൻ രക്ഷകനായിട്ട് വരികയാണ്. രക്ഷകനായിട്ട് ഈ സവാദ് ഇങ്ങോട്ട് വന്നു. വേറെ ഒരു പെട്ടി ഓട്ടോയിൽ വേണം ഈ കുട്ടിയെ കൊണ്ടുപോകാൻ ആശുപത്രിയിലേക്ക്. വേറെ വാഹനങ്ങളൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ ആ പെട്ടിയോട്ട ഓടിച്ചു കൊണ്ടുവന്ന അയാൾ ഇറങ്ങി വന്നിട്ട് അയാളും ഇവനും കൂടെ പെൺകുട്ടിയെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഉള്ള ഒരുക്കത്തിലാണ്. ഈ പെട്ടി ഓട്ടോ കൊണ്ടുവന്നവൻ ഈ കുട്ടിയുടെ കാലിൻ്റെ ഭാഗത്ത് പിടിച്ചു, ഇവൻ തോളിൻ്റെ ഭാഗത്തും പിടിച്ചു. ഇവൻ നോക്കിയപ്പോൾ ഒരു യുവതിയാണ്, നല്ല സമയം, രാത്രി, വളരെ സൗകര്യമാണ്. ഇവൻ അതിനെ ഭയങ്കരമായിട്ട് ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു. ഒരുപാട് അതിൻ്റെ ശരീരത്തിൽ അത്രത്തോളം ഉപദ്രവം ഉണ്ടാക്കി. ഈ ഓട്ടോയിലേക്ക് കൊണ്ടുവന്ന് എടുത്തുകൊണ്ട് പോകുന്ന സമയമാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കുട്ടി നിലവിളിച്ചു കേട്ടോ. നിലവിളിച്ചപ്പോൾ ഈ കാലെ പിടിച്ചേക്കുന്ന ആൾ വിചാരിച്ചത് ഇത് വേദന കൊണ്ട്, ഈ അപകടത്തിൽ പറ്റിയ വേദന കൊണ്ട് കരയുകയാണെന്നാണ് അയാൾ വിചാരിച്ചത്. അയാൾക്ക് മനസ്സിലായില്ല. പക്ഷേ അവിടെ ചെന്നതിന് ശേഷം ഇതിൻ്റെ എക്സ്റേ എടുക്കണമല്ലോ. ആ എക്സ്റേ ടെക്നീഷ്യൻ അവനെ ആശുപത്രി കൊണ്ടുപോയി. എക്സ്റേ ടെക്നീഷ്യൻ അവിടെ ആശുപത്രി ചെന്നപ്പോൾ അവൻ പറഞ്ഞു, അതൊക്കെ ഇതിൻ്റെ അടുത്ത് പറഞ്ഞു, നടന്നൊന്നും ആരുടെ അടുത്തും പറയരുത്, പറഞ്ഞ് അങ്ങനെ ചെയ്തോളൂ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് എന്നെ വരട്ടി. അത് എക്സ്റേ ടെക്നീഷ്യൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരത്ത് വല്ലാത്ത പാടുകൾ. ഇതെങ്ങനെ വന്നെന്ന് അയാൾ ചോദിച്ചപ്പോൾ ഈ കുട്ടി ഉള്ള കാര്യം അങ്ങ് പറഞ്ഞു. അപ്പോൾ അയാളത് ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം അവരത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. നമ്മുടെ കായംകുളം പോലീസ് എന്ന് പറയുന്നത് നല്ല പോലീസുകാരാട്ടോ കായംകുളത്തുള്ളത്. ഇവന്മാരെന്ത് ചെയ്യുന്ന ഇതങ്ങ് മുക്കി നോക്കിയപ്പോൾ ഇവൻ ഇത്തിരി പിടിപാടും പണമൊക്കെ ഉള്ളവനാണ്. പക്ഷേ ഈ പണമുള്ള ദൈവദൂതൻ, ഈ കുട്ടി പറയുന്നത് ദൈവദൂതൻ്റെ ഈ പെരുമാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി, ഞാൻ നിലവിളിച്ചെന്നാണ് പറയുന്നത്. ദൈവദൂതൻ ഇങ്ങനെ ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. അശരണയായിട്ട് വയ്യാതെ കിടക്കുന്ന, ഒരു അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ഒരു യുവതിയെ ഈ രീതിയിൽ ലൈംഗികമായി ഉപദ്രവിക്കുന്നവൻ എന്ത് മനുഷ്യനാണ് അവൻ? ഏതായാലും ഇവനെ വ്യാപാരി വ്യവസായി സമിതിക്കാരേതായാലും ഒരു കാര്യം ചെയ്തു, അവനെ അതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത്രയും ഒരു കാര്യം അവർ ചെയ്തു. ഇവൻ്റെ ആളുകൾ ഈ കുട്ടിയെ സമീപിക്കുകയാണ്. 25 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തേക്കുകയാണ് ഏതെങ്കിലും വിധത്തിൽ ഇതിൽ നിന്ന് ഈ കംപ്ലൈൻറ്റ് ഇല്ലാതാക്കാൻ. പക്ഷേ ഇത് അല്പം ആത്മാഭിമാനമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് അത് വിഡ്രോ ചെയ്യാൻ തയ്യാറായില്ല. എന്നിട്ട് പോലീസ് കേസെടുക്കത്തില്ല. അവസാനം എന്താണെന്നറിയോ? വളരെ കഷ്ടപ്പെട്ട് പോലീസുകാർ ഇതിനകത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടപ്പോൾ അതൊക്കെ ഒരു കേസെടുത്തു. അപ്പോഴും ഈ പെൺകുട്ടി ആളുകൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിയുണ്ട്, ഇതിന് ബുദ്ധിമുട്ടുണ്ട്. അത് ഒരുപാട് ആളുകൾ സമീപിക്കുന്നുണ്ട്, വലിയ നേതാക്കന്മാരൊക്കെ സമീപിക്കുന്നുണ്ട്. ഏതെങ്കിലും വിധത്തിൽ പൈസയും വാങ്ങിച്ചുകൊണ്ടോ തീർപ്പാക്കാൻ ഇത് വ്യഭിചാരം നടത്തുന്നതാണോ? ഇവൻ ഇത്രയും വലിയ വൃത്തികേട് കാണിച്ചിട്ട് ശവം കൊത്തിപ്പറിക്കുന്നത് പോലെ അതിനു മുമ്പ് പരിക്കേറ്റ് കിടക്കുന്ന ഒരു യുവതിയെ കൊത്തിപ്പറിക്കുന്ന ഇവനെ വെറുതെ വിടാൻ പാടുണ്ടോ? അവസാനം ഏതായാലും
BNS 74-75-1-1 അനുസരിച്ചുള്ള കുറ്റകൃത്യമൊക്കെ ചാർജ് ചെയ്തിട്ട് ഇവനെ FIR എടുത്തു, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവൻ പോയി. എന്നിട്ട് പോയി സ്റ്റേഷൻ ജാമ്യത്തിൽ അവനെ പറഞ്ഞു വിട്ടു. ഇതിലും ഗുരുതരമായ ഒഫൻസൊക്കെ ഇതിനകത്തുണ്ട്, അത് എടുക്കണം. അത് യഥാർത്ഥത്തിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പാണ് അവിടെ, അത് എടുക്കണം. ആ ഒഫൻസ് ഒന്നും ചാർജ് ചെയ്തിട്ടില്ല. കാരണം ഇവനെ വലിയ പിടിപാടുള്ളവനും അവൻ കാശുള്ളവനും പണക്കാരനും ഒക്കെ ആണല്ലോ. അപ്പോൾ പണത്തിന് മീതെ പരുന്തും പറക്കുക എന്ന് പറയുന്ന പോലെ പണമുള്ളവനൊക്കെ എന്തും ചെയ്യാമല്ലോ നമ്മുടെ രാജ്യത്ത്. അതാണ് ഇവിടെ നടന്നേക്കുന്നത്. ഏത് വലിയ പണക്കാരനായാലും എന്തായാലും ശരി, അവനെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ഇതുപോലെ പരിക്കേറ്റ് കിടക്കുന്ന ഒരു കുട്ടിയെ സഹായിക്കാൻ പോയി, വലിയ ആളായി, ദൈവദൂതൻ്റെ രൂപത്തിൽ വന്നതാണ്. ദൈവദൂതൻ അവസാനം ചെയ്ത പണിയാണ് ആ യുവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ് ഇത് കേൾക്കുന്നത് തന്നെ. ഇവനെയൊക്കെ എന്ത് ചെയ്താൽ പറ്റും? ഇവനൊക്കെ മനുഷ്യനാണ്. കഴുകനേക്കാൾ മോശമല്ലേ? ഞാൻ പറഞ്ഞതുപോലെ കെവിൻ കാർഡിൻ്റെ ചിത്രത്തിലെ കഴുകൻ ആ കുട്ടിയെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഇവൻ അതല്ല ചെയ്തത്. ആ പരിക്കേറ്റ യുവതിയെ ലൈംഗികമായിട്ട് പീഡിപ്പിക്കുകയാണ് അവൻ ചെയ്തത്. ഇത് നമ്മുടെ നാടിത്. ഇതാണ് നമ്മുടെ നാട്. എന്നാലോചിച്ച് നോക്കിക്കോളൂ. സഹായിയായിട്ട് വന്നിട്ട് ഇതുപോലെ ഉപദ്രവിക്കുന്നവൻ മനുഷ്യനാണ്. തിരിച്ചറിയണം.